മണ്ണിന്റെ മണ്ണ്, പൊങ്കാലപ്പെരുമ, തലസ്ഥാന നഗരം. തിരുവനന്തപുരത്തെ പറ്റി പറയുന്ന സമയത്ത് നമ്മുടെ മനസ്സിലേക്ക് വരുന്ന വിശേഷണങ്ങൾ ഇതൊക്കെയാണ്. പക്ഷെ അനന്തപുരിയുടെ രുചിപ്പെരുമയെ പറ്റി അധികം ആരും പറഞ്ഞു കേട്ടിട്ടില്ല. എന്തായാലും ഒരുപാട് പ്രതീക്ഷകളൊക്കെ ആയിട്ട് പുതുവർഷം നമ്മളെ തേടി എത്തിയിരിക്കുകയാണ്. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന ആദ്യത്തെ കാര്യം നമ്മുടെ അനന്തപുരിയുടെ രുചി വഴികൾ തേടിയുള്ള യാത്രയാണ്. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. കൗതുകം നിറഞ്ഞ രുചി വഴികളിലെ നമ്മുടെ ഫസ്റ്റ് സ്പോട്ട് എന്ന് പറയുന്നത് തിരുവനന്തപുരം ഗാന്ധാരി അമ്മൻ കോവിലിനടുത്ത് സ്ഥിതി ചെയ്യുന്നത് ശ്രീ ഗുരുവായൂരപ്പൻ ഹോട്ടലാണ്. ഒരുപാട് കൗതുകങ്ങൾ നിറഞ്ഞ ഒരുപാട് പ്രത്യേകതകളുള്ള ഹോട്ടലാണ്. എന്താണെന്ന് നമുക്ക് വഴിയെ നോക്കാം. നമ്മുടെ ഈ ശ്രീ ഗുരുവായൂരപ്പൻ ഹോട്ടൽ തുടങ്ങുന്നത്. അതായത് ഏകദേശം ഒരു ഹാഫ് സെഞ്ച്വറി അടിക്കാറായി. അപ്പം എൻ്റെ കൂടെ ഇപ്പോൾ ഉള്ളത് നമ്മുടെ ഹോട്ടലിൻ്റെ ഉടമയായ പരമേശ്വരൻ നായർ സാറാണ്. ഒരുപാട് ഓർമ്മകൾ അദ്ദേഹത്തിന് ഓർത്തെടുക്കാനുണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞ പ്രത്യേകതകളിൽ ആദ്യത്തെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും പ്രിയങ്കരനായിട്ടുള്ള മുൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാം സാറ് നീണ്ട 21 വർഷക്കാലം രാവിലെയും വൈകിട്ടും ഭക്ഷണം കഴിച്ചിരുന്നത് നമ്മുടെ ഈ ശ്രീ ഗുരുവായൂരപ്പൻ ഹോട്ടലിൽ വെച്ചിട്ടാണ്. അപ്പോൾ ഒരുപാട് വർഷക്കാലം സാറാണ് ഏറ്റവും കൂടുതൽ കലാം സാറായിട്ട് ഇടപഴകിയിട്ടുണ്ടാവുക. അതൊന്ന് ഓർത്തെടുക്കാമോ സാറിന്? അദ്ദേഹത്തിന് രാവിലെ ഫയലൊക്കെ ആയിട്ട് ഓടി വരും, അവിടെ വയ്ക്കും. ഇത്ര 21 കൊല്ലം അദ്ദേഹം ഇരുന്ന് കഴിച്ചിട്ടില്ല. രാവിലെ ശരി വൈകുന്നേരം ഓടിക്കൊണ്ട് രാവിലെ 2 അപ്പം ഒരു പാല് പെട്ടെന്ന് പിച്ച് പെട്ടെന്ന് അങ്ങ് ഇറങ്ങിപ്പോയി. അപ്പോൾ എന്നോട് പറഞ്ഞു പായസം തരാൻ മറക്കാനെങ്കിൽ ചോദിച്ചു. ഞാൻ ചില മറന്നു പോകും. ഇല്ല സാറെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ അത്രയും പ്രിയപ്പെട്ട മറ്റൊരാളാണ് യേശുദാസ് എന്ന് പറയുന്ന ഗാനഗന്ധർവൻ. യേശുദാസ് എൻ്റെ ഏറ്റവും മ്യൂസിക് പഠിക്കുന്ന മുതലേ എൻ്റെ ഒരു കൂട്ടാണ്. ആ കുടുപ്പിയാണ് അമേരിക്കയിൽ. അതിന് ശേഷമാണ് ഇല്ലാതില്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആഹാരം കഴിക്കാനോ അത് കഞ്ഞിയാണ് അദ്ദേഹത്തിൻ്റെ പ്രസ്താവന. കഞ്ഞി കുടിക്കാനും ഒക്കെ ചിലപ്പോൾ എന്നെ അറിയിച്ചിട്ട് വരും. ഞാൻ കൂടെ എല്ലാം അറേഞ്ച് ചെയ്യും. അപ്പം നമ്മൾ രാത്രിയിലെ ഒരു വിഭവമാണ് അല്ലേ കഞ്ഞിയും പയറും. കഞ്ഞിയും അന്ന് ഒരാൾ നിങ്ങൾ അതിന് ഫ്രണ്ട്സിൽ സംസാരിച്ച അതിന് സുഖമില്ല ഗുരുവായൂരപ്പൻ്റെ കഞ്ഞി കുടിക്കുക എന്ന് പറഞ്ഞിട്ടാണ് കൂടുതലും ആൾക്കാർ വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ രാജീവേട്ടൻ, പരമേശ്വരൻ സാറിൻ്റെ മകനാണ്. നമ്മുടെ ഇവിടുത്തെ ഓൾ ഇൻ ഓൾ ആണ്. അപ്പോൾ നമ്മുടെ ഭക്ഷണം ഇവിടെ ഇപ്പോൾ രാവിലെ രാത്രി എല്ലാ സമയത്തും ഉണ്ട്. കഞ്ഞിയാണ് സ്പെഷ്യൽ എന്ന് എനിക്കറിയാം. ഞാൻ വരുന്ന സമയത്ത് ഇവിടെ ശ്രദ്ധിച്ചു ബ്ലാക്ക് റൈസ് കഞ്ഞി. അതെന്താണ് നമ്മൾ? ഇത് ബ്ലാക്ക് റൈസ് നമ്മുടെ ആൻറ്റി ഓക്സിഡൻ്റ് അധികം ഉള്ളതാണ്. അതായത് നമ്മളിപ്പോൾ ഗ്രീൻ ടീ ഒക്കെ കുടിക്കുന്നുണ്ടല്ലോ, അപ്പോൾ അതിനെക്കാട്ടി അറൗണ്ട് 40 or 50 ടൈംസ് ആൻറ്റി ഓക്സിഡൻ്റ് അടങ്ങിയതാണ് ഈ ബ്ലാക്ക് റൈസ് കഞ്ഞി. അത് രാത്രിയാണോ ഉണ്ടാവുക? അത് രാത്രിയാണ്. ചിലപ്പോൾ രാവിലത്തെ ഭക്ഷണങ്ങൾ രാവിലെ ഞങ്ങൾക്ക് അപ്പമുണ്ട്, പുട്ട്, ഇടിയപ്പം. പുട്ടിൽ തന്നെ ഞങ്ങൾക്ക് റാഗിയുണ്ട്, ഗോതമ്പുണ്ട്, ഓട്സ്, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. അതൊരു സ്പെഷ്യൽ സാധനമാണ്. പിന്നെ ഇഡ്ഡലിയുണ്ട്, വടയുണ്ട്, ഉഴുന്നുവടയാണ് മെയിനായിട്ടുള്ളത്. പിന്നെ ഉപ്പുമാവ്, അതിൻ്റെ കോമ്പിനേഷനായിട്ട് പുഴുങ്ങിയ പഴമുണ്ട്. അതിന് നല്ലൊരു ഡിമാൻഡുണ്ട്. അതെ. നമ്മുടെ ദോശ അല്ലേ? അതെ, നമ്മൾ നെയ്റോസ്റ്റ്, മസാല ദോശ, പ്ലെയിൻ ദോശ അതൊക്കെയാണ് ഉള്ളത്. നമ്മുടെ കലാം സാറിൻ്റെയും യേശുദാസ് സാറിൻ്റെ കാര്യങ്ങളൊക്കെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ചേട്ടൻ്റെ ആ ഒരു ഓർമ്മകളെന്ന് പറയാം. അദ്ദേഹം താമസിച്ച ലോഡ്ജിൻ്റെ അടുത്താണ് താമസിച്ചിരുന്നത്. അപ്പോൾ അദ്ദേഹം രാവിലെ നടക്കുന്നത് ടെറസിൻ്റെ മേളിലാണ്. അപ്പോൾ അന്ന് അദ്ദേഹത്തിനെ കാണാറുണ്ട്. ഞങ്ങളുടെ വീട്ടിൽ നോക്കിയാൽ കാണാൻ സാധിക്കും. രാവിലെ ഒരു 6 മണിക്കൊക്കെ നടക്കുന്നതാണ്. സംസാരിച്ചിട്ടുണ്ടോ? ഇടയ്ക്ക് ചിരിച്ച് തമിഴിൽ അദ്ദേഹം സൗഖ്യമാണെന്നൊക്കെ കേൾക്കും. അതെ, അദ്ദേഹം രാഷ്ട്രപതി ആയിട്ട് പ്രഖ്യാപിച്ചല്ലോ, കാൻഡിഡേറ്റായി പ്രഖ്യാപിച്ചപ്പോൾ വഴുതയ്ക്കാട് ഡെഫ് ആൻഡ് ഡം സ്കൂളിൽ വരുന്നുണ്ടായിരുന്നു. അങ്ങനെ അച്ഛനും ഞാനും കൂടെ സ്റ്റേജിൻ്റെ താഴെ നിൽക്കുമ്പോൾ അദ്ദേഹം കൈ കാട്ടി വിളിച്ചു, അടുത്ത് വരാൻ പറഞ്ഞു. അങ്ങനെ അടുത്ത് ചെന്നു, സംസാരിച്ചു. ഒരു മറക്കാൻ പറ്റാത്തൊരു അനുഭവമാണ്. അതെ അതെ. ഇത് പരമേശ്വരൻ സാറിൻ്റെ ഭാര്യയാണ്. അപ്പം നമ്മൾ രാവിലെ വരുന്നുണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് അമ്മ രാവിലെ ഇവിടെ വന്ന് നമ്മളെ പ്രതീക്ഷിച്ചിരിക്കുമായിരുന്നു.
ദോശയും വന്നു. ദോശ കഴിക്കുന്നതിന് മുമ്പ് നമ്മുടെ കലാം സാർ തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയൊരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. പല പ്രാവശ്യവും നമുക്ക് ഡൽഹിയിലൊക്കെ ചെല്ലാനൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. രാഷ്ട്രപതിയായ ശേഷം രാഷ്ട്രപതിയായപ്പോഴും നമ്മളെ മറന്നില്ലല്ലേ, അങ്ങനെ ഒരു ഭയങ്കര ഒരു സന്തോഷം നമുക്കുമുണ്ട്. നമ്മുടെ കലാം സാറിനെ പോലെ തന്നെ വളരെയധികം അടുപ്പമുള്ള ഒരാളാണ് ദാസ് സാർ, ഗാനഗന്ധർവനായിട്ടുള്ള യേശുദാസ് സാർ. അപ്പം അദ്ദേഹമായിട്ടുള്ള ആ ഒരു ബന്ധം അതെങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു തുടക്കം? അത് എൻ്റെ ഹസ്ബൻഡിന് ഈ കച്ചേരി സംഗീതം ഇതിനോടൊക്കെ ചെറിയ താല്പര്യമുള്ള ആളായിരുന്നു. അപ്പോൾ സാറിൻ്റെ പല കച്ചേരികൾ കേൾക്കാൻ ചെല്ലും. അങ്ങനെ കണ്ട് ഇവിടെ അടുത്താണ് മൃദംഗം പഠിപ്പിച്ചുകൊണ്ടിരുന്ന മാവേലിക്കര കൃഷ്ണൻകുട്ടി സാറ് മരിച്ചുപോയി. അദ്ദേഹത്തിൻ്റെ വീട്ടിലും യേശുദാസ് വരും. അങ്ങനെ നമ്മളുമായിട്ട് കൂടുതൽ അടുപ്പമായി. കൊറോണയ്ക്ക് മുമ്പ് വരെ ഇവിടെ വരുമ്പോൾ ഇവിടെ വന്നുകൊണ്ട് തന്നെയാണ് ഇരുന്നത്. സംഗീത പ്രതിഭകളായിട്ടുള്ള ഒരുപാട് പേര്, സംഗീത പ്രതിഭകൾ മാത്രമല്ല നിരവധി പ്രഗത്ഭരായിട്ടുള്ള ആളുകൾ സ്ഥിരമായിട്ട് വന്നു പോകുന്ന ഒരു സ്ഥലമാണ് ശ്രീ ഗുരുവായൂരപ്പൻ ഹോട്ടൽ. പ്രത്യേകതകൾ മാത്രമല്ല, വളരെ സ്വാദിഷ്ടമായ ഭക്ഷണവും നമുക്ക് ഇവിടുന്ന് വിശ്വസിച്ച് കഴിക്കാൻ പറ്റുന്നതും മറ്റൊരു പ്രത്യേകതയാണ്. ഈ ഭക്ഷണ വൈവിധ്യത്തിന്റെ കലവറയാണ് ഈ തിരുവനന്തപുരത്തെ മലയോര മേഖല എന്ന് കേട്ടിട്ടുണ്ട്. അച്ഛനേട്ടാ, ഈ ഉച്ചഭക്ഷണം കഴിക്കാൻ പറ്റുന്ന ഒരു നല്ല സ്ഥലം ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ? നമുക്ക് വിതുരയ്ക്ക് വിട്ടാലോ? വിതുരയ്ക്കാണോ? ഓക്കെ. ഓ, ഞാൻ പറഞ്ഞ കട ഇതാണ്. ഉച്ചയ്ക്ക് കഴിക്കാൻ പറ്റിയൊരു കട ഇതാണ്. ഇറങ്ങിയാലോ? സമയം പക്ഷെ ആയിട്ടില്ല. ശരിയാണ്. ഇവിടെ അടുത്ത് കാണാൻ പറ്റുന്ന ഏതെങ്കിലും സ്ഥലം? കാണാൻ പറ്റുന്ന സ്ഥലമുണ്ട്. പേപ്പാറ ഡാമുണ്ട്. പോയി 3-4 കിലോമീറ്ററിനകത്തേ ഉള്ളൂ. പോയിട്ട് വരാം. ഇത് പേപ്പാറ ഡാമാണ്. തിരുവനന്തപുരത്ത് ആര്യനാട് എന്ന് പറയുന്ന പ്രദേശത്താണ് ഈ പേപ്പാറ ഡാം സ്ഥിതി ചെയ്യുന്നത്, ആര്യനാടിന് സമീപമായിട്ട്. ഈ പേപ്പാറ ഡാം കരമനയാറിന് കുറുകെ ആയിട്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഇപ്പം എൻ്റെ പിൻവശത്ത് കാണുന്ന ഈ മലനിരകൾ, അതിൻ്റെ റൈറ്റ് സൈഡിൽ കാണുന്നത് അഗസ്ത്യാർകൂടമാണ്, ആ വലിയ മലനിരകൾ. ബാക്കിയുള്ള പ്രദേശം, അതായത് ഇടതുവശത്തായിട്ട് കാണുന്ന ബാക്കിയുള്ള പ്രദേശം ബോണക്കാട് ആണ്. ബോണക്കാടിൻ്റെ കാടും ബാക്കിയുള്ള പ്രദേശമാണ് ലെഫ്റ്റ് സൈഡിലുള്ളത്. പിറകുവശത്ത് തമിഴ്നാടാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ പേപ്പാറ ഡാമിൽ ചെറിയ തോതിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. തിരുവനന്തപുരം ജില്ലയിലേക്കുള്ള വെള്ളം ഇവിടെ നിന്നാണ് സപ്ലൈ ചെയ്യുന്നത്. നല്ല തണുത്ത കാറ്റ്, ചുറ്റും നോക്കിയാൽ ഇടതൂർന്ന് നിൽക്കുന്ന ഒരുപാട് മരങ്ങൾ, നല്ല ആംബിയൻസ് ആണ്, നല്ല അടിപൊളി വൈബാണ്. ഈ ഒരു കാട്ടിലിരുന്ന് നല്ല അടിപൊളി ഫുഡ് കഴിക്കാൻ സൂപ്പറായിരിക്കും അല്ലേ? അങ്ങനത്തെ ഒരു സ്ഥലത്താണ് ഞാനിപ്പോൾ ഉള്ളത്, കാട്ടിലെ കട. ഈ കാട്ടിലെ കടയ്ക്ക് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. ആ സ്പെഷ്യാലിറ്റി എന്താണെന്ന് ഞാൻ പറയുന്നില്ല, നേരിട്ട് തന്നെ കാണാം. അപ്പോൾ ഇതാണ് നമ്മുടെ കാട്ടിലെ കട. ഫേമസ് ആയിട്ടുള്ള, വൈറലായിട്ടുള്ള, സോഷ്യൽ മീഡിയയിലൊക്കെ തരംഗമായിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ കാട്ടിലെ കട. വിതുരയിൽ നിന്നൊരു 3-4 കിലോമീറ്റർ മാറിയിട്ടാണ് ഈ പറയുന്ന സ്ഥലം. പേപ്പാറ ഡാമിനടുത്താണ് കാട്ടിലെ കട. നമ്മുടെ കാട്ടിലെ കടയിലെ ഏറ്റവും സ്പെഷ്യൽ ഐറ്റം എന്ന് പറയുന്നത് ഈ ചിക്കൻ തോരനാണ്. നമ്മുടെ രാജലാലേട്ടനാണ് ഇപ്പോൾ ചിക്കൻ തോരൻ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ബാക്കി എങ്ങനെയാണ്, എന്തൊക്കെയാണെന്നുള്ള കാര്യം മൂപ്പരോട് തന്നെ നമുക്ക് ചോദിക്കുന്നതാണെന്നല്ലേ. ചേട്ടാ, എന്താണ് ചിക്കൻ തോരൻ്റെ സ്പെഷ്യാലിറ്റി? നമ്മളിവിടെ ചെയ്യുന്ന ചിക്കൻ തോരൻ എന്ന് പറഞ്ഞാൽ 2-3 ഐറ്റം ചെയ്യുന്നുണ്ട്. അപ്പോൾ നാടൻ കോഴിയും ചെയ്യുന്നുണ്ട്. അല്ല, ഇത് ബോയിലർ ചിക്കനാണ്, മര കോഴിയാണ്. നമ്മളൊരു ഇതും പിന്നെ ഇഞ്ചി പച്ചമുളകും ബാക്കിയുള്ള സാധനങ്ങളൊക്കെ തന്നെ. പിന്നെ ഇത് പ്രിപ്പറേഷൻ ചെയ്യുന്ന അതൊരു ഈ ഞായറാഴ്ചകളിലാണ് കൂടുതൽ ഞായറാഴ്ച പിന്നെ പോത്തുണ്ട്. അതായത് നമ്മൾ തൊട്ടടുത്ത് പോത്ത് വെക്കുന്നത്. അതുകൊണ്ടാണ്. അപ്പൊ ഇന്നത്തെ സ്പെഷ്യൽ എന്തൊക്കെയാ? ഇന്നെന്ന് പറയുന്നത് ചിക്കൻ തോരൻ, മീൻകറി, ചൂരയും അയലയും.
ഇന്ന് വന്ന അത്രേ ഉള്ളൂ. അപ്പൊ ഇന്നത്തെ ഉച്ചഭക്ഷണം എന്തായാലും ഗ്രാൻഡ് ആണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. പിന്നെ ചെമ്മീൻ ചമ്മന്തി, സലാഡ്, അച്ചാറ്. പിന്നെ അച്ചാർ എന്ന് പറഞ്ഞാൽ എല്ലാം അന്നന്ന് നമ്മൾ ചെയ്യുന്നതാണ്. പിന്നെ എണ്ണ പോലും അന്നത്തെ ദിവസം ഉപയോഗിക്കുന്നതാണ്. പഴയ സാധനങ്ങളായിട്ട് ഒന്നും തന്നെ ഇല്ല. സാധനങ്ങളെല്ലാം നമ്മൾ അന്ന് കളയും. ഓ ശരി ശരി. ഇത് എന്ത് തോരനാണ്? ഇത് മിക്സ്ഡ് തോരനാണ്. ക്യാബേജ്, പട്ടാണി, പിന്നെ പയർ എല്ലാം കൂടി ചേർത്തുള്ള തോരനാണ്. പറഞ്ഞ പോലെ കുറേ സാധനങ്ങൾ മിക്സാണ്. സാധനം അടിപൊളി കേട്ടോ. കൊഴിയാള തേങ്ങ അരച്ചു വെച്ച കറിയാണ്. ഇതാ തിളച്ചുകൊണ്ടിരിക്കുന്നു. കാണുമ്പോൾ നല്ല രസമുണ്ട് കേട്ടോ. അപ്പം കഴിച്ചു നോക്കുമ്പോൾ വേറെ ലെവലായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല. അടിപൊളി. അപ്പോൾ നമ്മുടെ കാട്ടിലെ കടയിലെ ഓൾ ഇൻ ഓൾ ആയിട്ടുള്ള ശശികുമാരി അമ്മയുടെ കൂടെയാണ് ഞാനിപ്പോൾ ഉള്ളത്. അടുക്കളയിലാണ്, തിരക്കിലാണ്. ഇങ്ങനെ ഞെരിപെരി കൊണ്ടുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര തിരക്കാണല്ലോ അമ്മേ. എന്താണ് ഇപ്പൊ എന്താ ചെയ്യുക? അച്ചാറിന് മാങ്ങ അച്ചാറിനെ ഇപ്പൊ അരിഞ്ഞോണ്ട് പോയില്ലേ. അപ്പൊ ഈ കാട്ടിലെ കട തുടങ്ങിയിട്ട് ഒരുപാട് കാലമായോ? 5 വർഷം. 5 വർഷം. ഞങ്ങൾക്ക് ബേക്കറി ആയിരുന്നേ. ഹോട്ടലായത് ദാണ്ട് ഇവിടെ റോഡ് പണി ചെയ്തുകൊണ്ടിരുന്ന പിള്ളേർ ഞങ്ങൾ ചായ കൊടുക്കുമായിരുന്നു. അപ്പോഴവർക്ക് ഹോട്ടലിൽ പോയി കഴിക്കാൻ ദൂരമാണ്. അങ്ങനെ 10-40 പേരുണ്ടായിരുന്നു. അപ്പോഴവർ പൈസ തന്ന് ഞങ്ങളൊരു കൊച്ചു കടയായിരുന്നു മക്കളെ. അങ്ങനെ അവർ ആദ്യം സാധനം വാങ്ങിച്ചു തന്നു. പിന്നീട് ഞങ്ങൾ സാധനം വാങ്ങിച്ച് റോഡ് പണി തീർന്നപ്പോഴും ഞങ്ങൾക്ക് വീട്ടിനുള്ള കുറേ കല്ലും ചല്ലിയൊക്കെ തന്നു. അങ്ങനെയാണ് ഇത് വെച്ചത്. പിന്നെ ട്രൈബൽ മെയിന് ഇതാണ്. മീൻ ഫുൾ അമ്മയാണ്. സുമതി അമ്മയാണ് മീൻ എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നത്. പൂവയില മുൻകാലങ്ങളിൽ എത്രയോ വർഷങ്ങൾക്ക് മുമ്പും എല്ലാ കടകളിലും ഇത് ഉപയോഗിച്ചിരുന്നതാണ്. ഇപ്പം ഇത് എടുക്കാനുള്ള ബുദ്ധിമുട്ട് നേരത്തെ പോലെ സാധാരണ ഇല്ല. ഇത് അപ്പം ഇത് സ്ഥിരം കഴിച്ചാൽ കൊളസ്ട്രോളൊക്കെ മാറുമെന്നാണ് ഇതിനെ പറയുന്നത്. ഇങ്ങനെ വെച്ചാൽ ഫാനിൻ്റെ കാറ്റടിക്കുമ്പോൾ ഇങ്ങനെ വെച്ചാൽ ചുരുണ്ട് ഇങ്ങനെ പോരും. അപ്പോൾ ചുരുണ്ട് പോകാതിരിക്കാനാണ് ഇങ്ങനെ വെള്ളം നനച്ച് ഇങ്ങനെ വെച്ചാൽ ഒട്ടിയിരിക്കും. ശബരിമല കൊടുക്കണത്, പ്രസാദം കൊടുക്കണത് ഈ ഇലയിലാണ്. കുളത്തൂപ്പഴ കൊടുക്കണത് ഇതാണ്. എല്ലാ അമ്പലങ്ങളിലും ഇതാണ് ഇല. ചോറിന് നടുക്കൊരു കുഴി ഉണ്ടാക്കി അതിൽ കുറച്ച് പുളിശ്ശേരി ഒഴിച്ച് ഇങ്ങനെ കുഴച്ച്. ഇനി സ്പെഷ്യലായിട്ട് ചൂര ഫ്രൈ ഉണ്ട്, അയല ഫ്രൈ ഉണ്ട്, ചിക്കൻ പൊരിച്ചതുണ്ട്. അതിലേത് വാങ്ങണം എന്നുള്ള കൺഫ്യൂഷനിലാണ് ഞാൻ. ചൂര ഫ്രൈ എന്നാകല്ലേ. അപ്പോൾ അതാ ഊണ് കഴിക്കാൻ തുടങ്ങി. എങ്ങനെയുണ്ട് സാധനങ്ങളൊക്കെ? കപ്പയും മീൻകറി നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ്. മുളകിട്ട മീൻകറിയല്ല, തേങ്ങ അരച്ച മീൻകറിയാണ്. കൂടെ കപ്പയും. സംഭവം നമ്മൾ പറയും ചമ്മന്തിയാണ്, പക്ഷെ ചമ്മന്തിക്ക് ഉണ്ടാകുന്ന ആ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, പൊളിയാണ്. ഒരു മസ്റ്റ് സ്പോട്ടാണ് കാട്ടിലെ കട. കേട്ടിട്ടുണ്ടാവും, കേൾക്കാൻ മാത്രമല്ല കണ്ടിട്ടുണ്ടാവും. പക്ഷെ നൊങ്ക സർബത്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? സംഭവം അടിപൊളിയാണെന്നാണ് എൻ്റെ ഓഫീസിലുള്ള ഒരു ചേട്ടൻ പറഞ്ഞത്. അപ്പം നമുക്ക് ഭയങ്കര വെയിലാണ്. വെയിലാവുന്ന സമയത്ത് ക്ഷീണമുണ്ടാവും, ദാഹം ഉണ്ടാവും. ഇതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു ഹെൽത്തി ഡ്രിങ്ക് കൂടിയാണ് ഈ നൊങ്ക സർബത്ത് എന്ന് പറയുന്നത്. അപ്പം ഞാനിപ്പോൾ ഉള്ളത് കിള്ളിപ്പാലത്താണ്. തിരുവനന്തപുരം കിള്ളിപ്പാലത്ത് ആറ്റുകാൽ അമ്പലത്തിലേക്ക് പോകുന്ന വഴിയുടെ തൊട്ടടുത്തായിട്ടുള്ള സ്പെഷ്യൽ കിള്ളിപ്പാലം സ്പെഷ്യൽ നൊങ്ക സർബത്ത് എന്ന് പറയുന്ന ഒരു കടയുടെ മുമ്പിലാണ് ഞാനുള്ളത്. അടിപൊളിയാണെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇവരുടെ ഈ നൊങ്ക സർബത്ത്. എങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് പോയി ടേസ്റ്റ് ചെയ്തിട്ട് വരാം. ഹായ് ചേട്ടാ. നമസ്കാരം. അപ്പൊ ഇതാണ് നമ്മുടെ ഷിബു ചേട്ടൻ. എനിക്ക് 84 വർഷം ആയില്ലേ? 84 വർഷം കഴിഞ്ഞ് ഈ 2024 ആകുമ്പോൾ 85 വർഷത്തിലേക്ക് കടക്കുകയാണ് ഈ സ്ഥാപനം. തമിഴ്നാട്ടിൽ നിന്നാണ് ഈ നൊങ്ക് പനയിൽ വിളയുന്ന സാധനമാണ്. ഇതിൻ്റെ പോഷക മൂല്യം എന്ന് പറയുന്നത് ഇന്ന് വൈദ്യശാസ്ത്രത്തിൽ വളരെ മർമ്മപ്രധാനമാണ്. എന്താണ് ഈ നൊങ്ക് സർബത്തിന്റെ ഒരു ഇൻഗ്രീഡിയൻസ്?
സർബത്ത് കശകശ. 2 ടൈപ്പ് നൊങ്ക് സർബത്ത് ഉണ്ട് ഇവിടെ. ഒന്ന് നോർമൽ പനനൊങ്ക് സർബത്ത്, പിന്നെ പൈനാപ്പിൾ നൊങ്ക് സർബത്ത്. അപ്പൊ എന്തായാലും രണ്ടും നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മള് കുടിക്കാൻ പോകാന്ന് പറഞ്ഞു, പക്ഷെ ഇതിന്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണ്, ഇത് എങ്ങനെയാണ് ഉണ്ടാക്കാന്നും കൂടെ നമുക്കത് നോക്കാം. സർബത്തായിട്ട് ഞാൻ വേറെ പനനൊങ്ക് കഴിച്ചിട്ടില്ല, അല്ലാതെ കഴിച്ചിട്ടുണ്ട്. പക്ഷെ ഇത് മൂന്നും കൂടെ വരുന്ന സമയത്ത് ഒരു അസാധ്യ ടേസ്റ്റ് ആണ്. സാധനം അടിപൊളിയാണ്. പൈനാപ്പിൾ വെറൈറ്റി പൈനാപ്പിൾ നൊങ്ക് സർബത്താണ്. ഇതാ പൈനാപ്പിൾ ഉണ്ട്, നൊങ്കുണ്ട്. ഇത് വേറൊരു ടേസ്റ്റ്. മറ്റേത് പ്യോർ നൊങ്കാണ്. ഇതിൽ പൈനാപ്പിളിന്റെ ഫ്ലേവറും കൂടെ വരുന്ന സമയത്ത് വേറൊരു ടേസ്റ്റ്. കുറച്ചും കൂടെ മധുരമൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്കാണെങ്കിൽ ഇത് ഭയങ്കര രസമായിരിക്കും. ശിവശേട്ടനും കുടുംബാംഗങ്ങളും കൂടെ നടത്തിക്കൊണ്ടുപോകുന്ന കടയാണ്. അപ്പോൾ തിരുവനന്തപുരത്ത് വരുവാണെങ്കിൽ ദാഹം, ക്ഷീണം ഒക്കെ മാറ്റാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഏറ്റവും നല്ലൊരു സാധനമാണ്, ഒരു മസ്റ്റ് വിസിറ്റ് സ്പോട്ടാണ് നമ്മുടെ ഈ നൊങ്ക് സർബത്താണ്. അപ്പൊ നമ്മൾ തിരുവനന്തപുരത്തെ തനതായ രുചികൾ തേടിയുള്ള യാത്രയിലായിരുന്നല്ലോ രാവിലെ മുതൽ. ഇപ്പൊ രാത്രി ആയിട്ടുണ്ട്. നമ്മൾ രാവിലത്തെ ഒരു സ്പോട്ട് കണ്ടു, ഉച്ചയ്ക്ക് ഊണ് കഴിച്ചു. ഇപ്പൊ വൈകുന്നേരം അല്ലെങ്കിൽ രാത്രി നിങ്ങൾ തിരുവനന്തപുരത്ത് എത്തുവാണെങ്കിൽ നല്ല ഒത്തന്റിക് ആയിട്ട് വിശ്വസിച്ച് കഴിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം നിങ്ങൾ അന്വേഷിക്കുകയാണെങ്കിൽ അതിന് പറ്റിയൊരു സ്പോട്ടാണ് നമ്മുടെ ബാലൻ ചേട്ടൻ്റെ കമലം റെസ്റ്റോറൻറ്റ്. പ്ലാമൂട് പാലത്തിന് സമീപം ഇടതുവശത്തായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ആദ്യം ഒരു തട്ടുകടയായിരുന്നു, പിന്നെ അത് വിപുലീകരിച്ച് ഇപ്പോൾ അദ്ദേഹം ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങിയിട്ടുണ്ട്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തിരുവനന്തപുരത്ത് തന്നെ ഏറ്റവും അധികം പാഴ്സൽ പോകുന്നൊരു സ്ഥലമാണ് നമ്മുടെ ബാലേട്ടൻ്റെ തട്ടുകട. എല്ലാ തരത്തിലുള്ള ഫുഡും ഉണ്ട്. പക്ഷേ പൊറോട്ടയും ചിക്കൻ ഫ്രൈയും ഇവിടെ ഭയങ്കര ഫേമസ് ആണെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കിയാലോ? കമോൺ. ഞാനിവിടെ എത്തിയ സമയത്ത് എന്ത് വാങ്ങണം എന്നുള്ള കൺഫ്യൂഷനിലാണ്. അപ്പോൾ എൻ്റെ ഇടതുവശത്തായിട്ട് ലൈവ് പൊറോട്ട അടിക്കുന്നുണ്ട്. അവിടെ നോക്കുവാണെങ്കിൽ ഇടിയപ്പം ഉണ്ട്, അപ്പം ഉണ്ട്, ചപ്പാത്തി ഉണ്ട്, കപ്പയുണ്ട്, ചിക്കൻ ഫ്രൈ ഉണ്ട്, ബീഫുണ്ട്, ചിക്കൻ പെരട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. എന്തായാലും ഞാൻ കൺഫ്യൂഷനിലാണ്. നിങ്ങൾ വന്നാൽ നിങ്ങളും കൺഫ്യൂഷനിലാവുന്നതാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പാഴ്സൽ വാങ്ങാൻ ഒരുപാട് ആൾക്കാർ ഇവിടെ ഉണ്ട്. ബാലൻ ചേട്ടൻ ഇപ്പോൾ വരുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ബാക്കി കാര്യങ്ങൾ ബാലൻ ചേട്ടനോട് ചോദിക്കാം. അതിനു മുമ്പ് എന്താണ് ഇവിടുത്തെ സ്പെഷ്യൽ എന്ന് നോക്കിയിട്ടൊന്ന് അടിച്ചിട്ട് വരാം. ഞാനത് കഴിക്കാനായിട്ട് ഇവിടെ ഞാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. ഒരു ബോൾ ഗ്രേപ്പ് ജ്യൂസ് വാങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഇതിന് ഭയങ്കര ഡിമാൻഡാണ്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ കഴിക്കാൻ എന്താണെന്ന് ആലോചിച്ചിരിക്കുന്ന സമയത്താണ് ചിക്കൻ ഫ്രൈ ഇവിടെ ഭയങ്കര ഫേമസ് ഞാൻ നേരത്തെ പറഞ്ഞത്. അപ്പോൾ ചിക്കൻ ഫ്രൈയും ഇടിയപ്പം ആയാലോ? അപ്പോൾ എൻ്റെ ഫുഡ് എൻ്റെ മുമ്പിൽ വന്നിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ ഭയങ്കര റിച്ചായിട്ടുള്ള ഫുഡാണ്. എന്താ ഒരു പ്ലേറ്റ് ചിക്കൻ ഫ്രൈ, നാടൻ ചിക്കൻ പെരട്ട്, ഇടിയപ്പം. കോഴിക്കാൽ കൊള്ളാം. ചിക്കൻ ഫ്രൈ ആണ് ഇവിടെ ഫേമസ് എന്നാണ് പറഞ്ഞത്. ചിക്കൻ ഫ്രൈ തന്നെ നമുക്കൊന്ന് ഫ്രൈ നോക്കാം. കോഴിക്കാലാണ്. നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കി അതേപോലെ തന്നെ ഒരു ഫീലാണ്. വേറൊരു ആഡഡ് ഫ്ലേവേഴ്സ് അല്ലെങ്കിൽ പ്രിസർവേറ്റീവ്സ് അങ്ങനത്തെ ഒരു സാധനം നമുക്ക് ഫീൽ ചെയ്യില്ല. നല്ല രസമുണ്ട് കേട്ടോ. ചിക്കൻ പെരട്ടാണെങ്കിലും നല്ലതാണ്, ചിക്കൻ ഫ്രൈ ആണെങ്കിലും ക്ലാസ്സാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ എല്ലാമായ ബാലൻ ചേട്ടൻ. എനിക്ക് തോന്നുന്നു കമലം റെസ്റ്റോറൻറ്റ് എന്നതിനേക്കാളും കൂടുതൽ ബാലൻ ചേട്ടൻ്റെ കട എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഈ റെസ്റ്റോറൻറ്റിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. എങ്ങനെയായിരുന്നു ഇതിൻ്റെ തുടക്കം? നമ്മൾ 89-ലാണ്. 89-ൽ തുടങ്ങി. സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ അത് അന്നും വൈകിട്ട് 5 മണിക്ക് തുടങ്ങും, 11 മണി വരെ. ഇപ്പം 4 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും, ഒരു 10-10:30 വരെ. അപ്പം നമുക്കിവിടെ പാഴ്സലാണ് മെയിൻ, കൂടുതലും പാഴ്സലാണ്. പിന്നെ സീറ്റുണ്ട്, പക്ഷേ സീറ്റിനെക്കാട്ടി പാഴ്സലാണ് ഇവിടെ കൂടുതൽ. വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ബാക്കി സാധനങ്ങളെല്ലാം വെളുത്തുള്ളി ഇതെല്ലാം ചതച്ചെടുക്കും.
അപ്പോൾ അത് അന്ന് മുതലേ ഒരേ കണക്ക് തന്നെയാണ് ഇത്രയും നാളും നമ്മൾ കൊണ്ടുപോകുന്നത്. അമ്മയാണ് സ്റ്റാർട്ട്. അമ്മയാണ് ഇതെല്ലാം റെഡിയാക്കി തരുന്നത്, ചതച്ചൊക്കെ തരുന്നത്. അതിന് ശേഷമാണ് ഇപ്പോഴും സ്റ്റാഫുകളോട് ചെയ്യിപ്പിക്കുന്നത്. അമ്മ വിളിച്ചതിന് ശേഷമാണ് പിന്നെ ഈ ഒരു സംവിധാനത്തിലേക്ക് എത്തിയത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് ഭയങ്കര നിർബന്ധമുണ്ട്. അപ്പോൾ അത് അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകണോണ്ടാണ് ഇത്രയും കാലം നമ്മൾ ഈ ഫീൽഡിൽ നിൽക്കുന്നത്. കാരണം 100,000 കടകൾ വന്നിട്ട് നമ്മൾ ഈ ഫീൽഡിൽ പിടിച്ച് നിൽക്കുന്നത് അതുകൊണ്ടാണ്. അതേപോലെ തന്നെ പിടിച്ചത്. ഇവിടെ നമുക്ക് മെയിനായിട്ടുള്ളത് ഫുഡ് ചിക്കൻ ഫ്രൈ, ചിക്കൻ പെരട്ട്, ചിക്കൻ ചില്ലി, ബട്ടർ ചിക്കൻ, തോരൻ, മട്ടൻ കറി, ബീഫ് ഫ്രൈ, ബീഫ് കറി, പോത്ത് കറി, പിന്നെ മുട്ട, എഗ്ഗ് കറി, പിന്നെ വെജിറ്റബിൾ 4 ഐറ്റം ഉണ്ട്. ബാക്കി പൊറോട്ട, ദോശ, ഇടിയപ്പം, പത്തിരി, ഉറട്ടി, ചപ്പാത്തി. ഏറ്റവും കൂടുതൽ സെയിൽ നടക്കുന്നത് ചിക്കൻ ബീഫ്. അപ്പൊ ഞാനിപ്പം ട്രൈ ചെയ്ത് നോക്കി നമ്മുടെ ചിക്കൻ ഫ്രൈ. ഒരു രക്ഷയില്ല. നമ്മളെ വീട്ടിലൊക്കെ കിട്ടുന്ന പോലെ തന്നെ അത്രയും ഒത്തന്റിക് ആയിട്ടുള്ള പിരിയമുളവാണ്. കാശ്മീരി മുളക് വാങ്ങിച്ചിട്ട് നെട്ടെറുത്ത് ചൂടുവെള്ളത്തിൽ പോയിട്ട് വെച്ചിട്ട് കല്ലിലരച്ചാണ് എടുക്കുന്നത്. അതാണ് ആ ഒരു ടേസ്റ്റ്. ഈ മിക്സിയിലും ഗ്രൈൻഡറിലും അല്ല, അതിന് തന്നെ ഒരാളുണ്ട് അത് ചെയ്യാൻ തന്നെ. അപ്പോൾ അത് ഒരു ടൈം എടുക്കും. പക്ഷേ ടൈം എടുക്കും. അന്ന് വൃത്തിയായിട്ട് ചെയ്യുന്ന 2 മണിക്കൂർ എടുക്കും അത് റെഡിയാക്കാൻ മാത്രം. അപ്പം അത് അങ്ങനെയൊക്കെ ചെയ്യുന്നതുകൊണ്ട് നമ്മൾ ഇങ്ങനെ പേരിൽ ഇങ്ങനെ പോകുന്നു. ആദ്യം അപ്പുറത്തായിരുന്നു ഈ കട എന്ന് ഞാൻ കേട്ടത്. അപ്പം അതിൻ്റെ ഒരു കഥ ഒന്ന് പറയാമോ? നമ്മുടെ ഒരു സുഹൃത്തിന് ജോലിയില്ലാത്തതുകൊണ്ട്, ഒരു കുക്കിന് ജോലിയില്ലാത്തതുകൊണ്ട് പുള്ളിക്ക് വേണ്ടി ജോലി റെഡിയാക്കാൻ വേണ്ടി ഗോപി എന്ന് പറയും, അതിന് വേണ്ടിയിട്ടാണ് തുടങ്ങി പുള്ളി ഒരു 6 മാസമായപ്പോൾ പുള്ളിയാണ് കളഞ്ഞിട്ട്. അപ്പോൾ പിന്നെ എനിക്കും ഇത് പിടിച്ചു നിൽക്കാനായിട്ട് ഞാൻ ഒറ്റയ്ക്ക് തന്നെ ചെയ്യും. അങ്ങനെ കൈയൊക്കെ എണ്ണ കൊണ്ട് പൊള്ളിയിട്ടുണ്ട്. അങ്ങനെ വെച്ച് കല്യാണത്തിൻ്റെ തലേദിവസം എണ്ണ കൊണ്ട് കല്യാണത്തിന് വെച്ചുകൊണ്ടാണ് ഇത് കല്യാണം നടന്നത്. കാരണം ഇങ്ങനെ ഉയർന്നിരുന്നു പുള്ളി. അപ്പം അങ്ങനെയൊക്കെ നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. അപ്പം അതിൽ നിന്ന് തുടങ്ങി പിന്നെ ഒരു ദിവസം പോലും ഞാൻ ഇവിടെ നിന്ന് മാറി നിൽക്കില്ല. ഇന്നിപ്പോൾ ഇങ്ങനെ ഹോസ്പിറ്റലിൽ പോകണമുണ്ട്, അല്ലെങ്കിൽ ഞാൻ മാറി നിൽക്കില്ല, ഇവിടെ തന്നെ കാണും. ഇത് എടുത്തു കൊടുക്കണം ഞാനാണ്. ഇറച്ചി ഇവരാരും തൊടൂല, ചിക്കനും ബീഫും എല്ലാം ഞാൻ തന്നെ എടുത്തു കൊടുക്കും. ഈ മറ്റുള്ള പൊറോട്ടയും മറ്റുള്ള എടുക്കുക അവരുണ്ടാവും എന്നുള്ളതല്ല, ഞാൻ തന്നെയാണ് എല്ലാം എടുത്തു കൊടുക്കുന്നത്. അപ്പോൾ അത് അങ്ങനെ ഒരു പ്രത്യേകത ഇവിടെ ഉണ്ട്. ഒരാൾ വന്നു കഴിഞ്ഞാൽ അവർ തന്നെ തിരക്കും. ഇവിടെ വന്നു കഴിഞ്ഞാൽ അത് ഞാനുണ്ടാകുന്നതാണ് നോക്കുന്നത്. അപ്പം അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. 36 വർഷമായി നമ്മുടെ ഈ ഹോട്ടൽ തുടങ്ങിയിട്ട്. ഇന്നും ജനങ്ങളുടെയൊക്കെ മനസ്സിൽ അത്രയും പ്രിയപ്പെട്ട ഒരാളായിട്ട് ബാലചേട്ടൻ നിൽക്കുന്നുണ്ടെങ്കിൽ അത് ചേട്ടൻ്റെ ആ ഒരു സിൻസിയാരിറ്റി, അത് ആളുകളുള്ള ഇടപഴകുന്നത് എങ്ങനെയാണ് എന്നുള്ളത് കൊണ്ട് കൂടിയാണ്. എന്തായാലും ബാലൻ ചേട്ടൻ്റെ കമലം റെസ്റ്റോറൻറ്റ് ട്രിവാൻഡ്രത്ത് ഏറ്റവും നല്ല ഫുഡ് സ്പോട്ടുകളിൽ ഒന്നാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഞാനും കൂടെ കഴിച്ചിട്ടാണ് ഇപ്പോൾ പറയുന്നുണ്ട്. എന്തായാലും ആ കാര്യത്തിൽ അടിപൊളിയാണ്. ഫസ്റ്റ് ക്ലാസ് ഫുഡുമാണ്, ട്രീറ്റ്മെൻറ്റുമാണ്. എന്തായാലും അനന്തപുരയുടെ രുചിപ്പെരുമയെ പറ്റി പറയാനാണെങ്കിൽ ഇനി ഒരുപാടുണ്ട്. പക്ഷെ സമയമില്ലാത്തത് കൊണ്ട് തൽക്കാലം ഞാൻ ഇന്നിവിടെ നിർത്താണ്. അപ്പോൾ പുതുവർഷമാണ്, എല്ലാവരും കഴിച്ച് അടിച്ച് പൊളിച്ച് എൻജോയ് ചെയ്യുക. അപ്പോൾ തൽക്കാലത്തേക്ക് ഇനിയും കാണുന്നത് വരെ സലാം.